Dear students, very good morning all. Once more all are welcome to Auditing and Corporate Governance new video classroom. Corporate governance in the area ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്, ഫസ്റ്റ് വൺ ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് സെക്കൻഡ് വൺ റേറ്റിംഗ് ഏജൻസീസ്. ഇൻസൈഡർ ട്രേഡിംഗ് and rating agencies. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ? അക്കോർഡിംഗ് ടു സെബി മീൻസ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി എന്ന് പറഞ്ഞാൽ. അതായത് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട് ഇതൊക്കെ കമ്പനീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, റിഡംഷൻ നടത്തുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓതറൈസ്ഡ് അതോറിറ്റിയാണ് സെബി എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു സെബി, ഇൻസൈഡർ ട്രേഡിംഗ് മീൻസ് എനി പേഴ്സൺ who is connected with the company and has unpublished price sensitive information in respect of the securities of that company. അതായത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയിൽ എനാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ടക്ട് ചെയ്യുന്ന, അതായത് പബ്ലിഷ് ചെയ്യാത്ത സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഔട്ട്സൈഡറിലേക്ക് ഡീല് ചെയ്തു കൊടുക്കുന്ന പേഴ്സൺസിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ ആണ് ഇൻസൈഡർ ട്രേഡേഴ്സ് എന്നറിയപ്പെടുക. അത്തരം ആക്ടിവിറ്റീസ് ആണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. Then insider means any person who is connected with the company. കമ്പനിയുമായിട്ട് കണക്ഷൻ ഉള്ള ആളുകളാണ്. And has unpublished price sensitive information respect of the securities of that company. Then directors, managers, employees and officers etc. come under the category of insiders. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഒരു കമ്പനിയിലെ ഇൻസൈഡർ എന്ന് പറയുന്നത്. അവിടുത്തെ എംപ്ലോയീസ് ആവാം, അവിടുത്തെ മാനേജർ ആവാം, ഡയറക്ടേഴ്സ് ആവാം, മറ്റ് ഒഫീഷ്യൽസ് ആയിരിക്കാം. ഇവരെന്താണ് ചെയ്യുന്നത്? കമ്പനി സെൻസിറ്റീവ് ആയിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും പ്രൈസുകളെ കുറിച്ചുള്ള വിവരം ഔട്ട്സൈഡറിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ആൻഡ് unlawful act when the insiders are using the unpublished information to the self benefit. അപ്പോൾ ഒരു അൺലോഫുൾ ഫാക്ട് ആണ്. എങ്ങനെ ആയാൽ കമ്പനി പബ്ലിഷ് ചെയ്യാത്ത ഇൻഫോർമേഷന് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻസൈഡർ ആക്ടിവിറ്റി അൺലോഫുൾ ആണ്. ഓക്കെ, then reasons for controlling insider trading. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസൈഡർ ട്രേഡിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. then what is the reasons for controlling insider trading? അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഷെയർസിന്റെ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന്റെ, ദാറ്റ് മീൻസ് സെക്യൂരിറ്റീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഔട്ട്സൈഡർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഇൻസൈഡർ എന്നും ആ ആക്ടിവിറ്റീസിനെ ഇൻസൈഡർ ട്രേഡിംഗ് എന്നും ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? നമ്പർ വൺ, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക. സെക്കൻഡ് വൺ, ടു പ്രൊട്ടക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ റെപ്യൂട്ടേഷനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ കോൺഫിഡൻസ് ഉറപ്പുവരുത്തുക. ടു മെയിൻറ്റെയിൻ കോൺഫിഡൻസ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ദെൻ ഫോർത്ത് വൺ, ടു മെയിൻറ്റെയിൻ ദ സ്റ്റെബിലിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റിലെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, അതുപോലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ സ്റ്റെബിലൈസേഷൻ ഉറപ്പുവരുത്തുന്നു. ഇതിനെയാണ് ഈ ഇൻസൈഡർ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള കാരണങ്ങൾ. ഈ 4 ഫാക്റ്റാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ടോപ്പിക്, റേറ്റിംഗ് ഏജൻസീസ്. എന്താണ് റേറ്റിംഗ് ഏജൻസീസ്
എന്താണ് ഒരു റേറ്റിംഗ് ഏജൻസി ചെയ്യുന്ന സർവീസസ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലും ഇന്ത്യയിലും ഇത്തരത്തിലുള്ള റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. റേറ്റിംഗ് ഏജൻസീസ് നൽകുന്ന സർവീസ് കൊണ്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്ടറിന് എന്ത് ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത്, എന്താണ് റേറ്റിംഗ് ഏജൻസീസ് റേറ്റിംഗ് നടത്തുന്നത് കൊണ്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് ഈ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, then what do you mean by rating agencies? Rating agencies are the independent financial service agency. Rating agencies are the independent financial service agency which provides different types of rating or assessment to the organization. ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള അസസ്മെന്റ് അല്ലെങ്കിൽ ആ കമ്പനിക്ക് ആവശ്യമുള്ള റേറ്റിംഗ് ചെയ്തു കൊടുക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ ആണ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത്. Then what is the main objectives? The main objective of credit rating agencies are credit risk rating and provide investor confidence in the capital market. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടേമിലുള്ള ഷെയർസും ഡിബഞ്ചേഴ്സും ഡീല് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയാം. ദാറ്റ് മീൻസ് സെക്യൂരിറ്റീസ് ഡീല് ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റും ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ്. ഷോർട്ട് ടേമിലുള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതിനെ മണി മാർക്കറ്റ് എന്ന് പറയുന്നു. ലോങ് ടേമിലുള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതിനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നു. ഓക്കെ, then the main objective of credit rating agencies are credit risk rating and provide investor confidence in the capital market. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓരോ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനുള്ള കോൺഫിഡൻസ് എൻഷുർ ചെയ്തു കൊടുക്കുക. എങ്ങനെയാണ് അത് എൻഷുർ ചെയ്യുന്നത്? ഓരോ യൂണിറ്റിന്റെയും ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ള റേറ്റിംഗ് അല്ലെങ്കിൽ അവർക്ക് റിസ്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി, അവരുടെ കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ള ഇൻഫോർമേഷന് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം ഇൻവെസ്റ്റേഴ്സിന് കമ്പനീസിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ മേലെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അവസരം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കലാണ് റേറ്റിംഗ് ഏജൻസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. Then the rating agencies have assessed the financial instruments such as bond, then equity and other short-term debt obligation such as commercial papers. അപ്പോൾ ലോങ് ടേമിന്റെയും അതുപോലെ ഷോർട്ട് ടേമിലായിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ ഇവാലുവേഷൻ പ്രോസസ് അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റേറ്റിംഗ് ഏജൻസീസ് ചെയ്യുന്നത്. The rating agencies have assessed the financial instruments such as bond, equity and other short-term debts obligation such as commercial paper. Okay, then later the credit rating agencies start doing other types of rating such as a sovereign rate, the rate of credit worthiness of the country. Apart from corporate sector and financial entity rating, the rating agencies are also performing other types of rating such as structured financial obligation rating. അതായത് ഒരു ഫിനാൻഷ്യൽ യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്ടറിന്റെ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ റേറ്റിംഗ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതും ഗവേണൻസ് ആൻഡ് വാല്യൂ ക്രിയേഷൻ റേറ്റിംഗ്, ഗവേണൻസ് ആൻഡ് വാല്യൂ ക്രിയേറ്റിംഗ് റേറ്റിംഗ് GVC, ഗവേണിംഗ് ആൻഡ് വാല്യൂ ക്രിയേറ്റിംഗ് റേറ്റിംഗ്, ഫണ്ട് റേറ്റിംഗ്, ബ്രോക്കർ ക്വാളിറ്റി, ഗ്രേഡിംഗ് റിക്കവറി, റിസ്ക് റേറ്റിംഗ് എക്സെട്ര. അപ്പോൾ സാധാരണ കേസിലുള്ള ലോങ് ടേമിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റീസും ഷോർട്ട് ടേമിലുള്ള മണി ലെൻഡേഴ്സിന്റെ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പേപ്പേഴ്സിന്റെ കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്യുന്നതോടൊപ്പം കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടി ഈ റേറ്റിംഗ് ഏജൻസീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് ഈസ് ദ ഇവാലുവേഷൻ or assessment of the system through which an organization is managed.
അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്തു പോവേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവല് എന്നുള്ളതിന്റെ ഇവാലുവേഷൻ പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ അസസ്മെന്റ് പ്രോസസ് നടത്തുന്ന സിസ്റ്റത്തിനാണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്ന് പറയാം. അതായത് ഒരു കോർപ്പറേറ്റ് സെക്ടറിന്റെ റേറ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇവാലുവേഷൻ പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ അസസ്മെന്റ് പ്രോസസ് നടത്തുന്ന ഒരു സിസ്റ്റത്തിനാണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. The need for the corporate governance rating has increased due to fraud and scandals in the corporate sectors. അപ്പോൾ ഒരുപാട് കോർപ്പറേറ്റ് സെക്ടറിൽ ഒരുപാട് കറപ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കോർപ്പറേറ്റ് സെക്ടറിൽ ഉണ്ടാകുന്ന കറപ്ഷൻസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അസസ്മെന്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആൾസോ ദ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ അസസ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് ക്വാളിറ്റി. ഓരോ ഇൻവെസ്റ്റേഴ്സും, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗവേണൻസിന്റെ, അതായത് അതിന്റെ ഭരണനിർവഹണ വകുപ്പിനെ കുറിച്ചിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷെയർസ് വാങ്ങിക്കാനും അല്ലെങ്കിൽ കൂടുതൽ കമ്പനിയുമായി ഡീലിങ്സ് നടത്താനും ഒരു അവസരം ഉണ്ടാവും ഫോർ ഇൻവെസ്റ്റേഴ്സ്. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്ത് കിട്ടിയാൽ കൂടുതൽ ഷെയർസുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ദെൻ ഇൻ അഡീഷൻ ടു small investors and institutional investors, consulting firms, accounting or audit firms can utilize the corporate governance rating for their precious and accurate investment decisions. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലെവലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലുള്ള റേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്താൽ. ഓക്കെ, there are different rating agencies are noted nationally and internationally to aid the capital market growth. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ അതിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതിന് നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഏജൻസീസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിന്റെ ഏജൻസീസ് ആണ്? ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്താണ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പനിയെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then rating agencies are formulated by different organization operating in the financial sector. Okay, rating agencies are formulated by different organization operating in the financial service sector. It should be noted that there are different rating agencies users. അതായത് ഓരോ റേറ്റിംഗ് ഏജൻസീസിന്റെയും റൂൾസ്, റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഇതൊക്കെ ഉണ്ടായിരിക്കും. പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ യൂണിറ്റ് ടു യൂണിറ്റിൽ ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് മെത്തഡോളജി ഫോർ റേറ്റിംഗ് പ്രോസസ്. ഇന്റർനാഷണലി there are 3 biggest rating agencies who control the 85 to 90% of rating business in the world. International level 3 ഏജൻസീസ് ആണ് പ്രധാനമായിട്ടും റേറ്റിംഗ് ഏജൻസീസ് കണ്ടക്ട് ചെയ്തു പോകുന്നത് ഇന്റർനാഷണൽ ലെവലിൽ. ദെൻ ഇന്റർനാഷണൽ ലെവലിലുള്ള ഫസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നമ്പർ 1 മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസസ്. മൂഡീസ് ഇൻവെസ്റ്റർ സർവീസസ് ആണ് ഇന്റർനാഷണൽ ലെവലിലെ നമ്പർ 1 അതുപോലെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ജോൺ മൂഡി ഇൻ 1909. ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂയോർക്ക്. USA ന്യൂയോർക്കിലാണ് ഈ പറയുന്ന മൂഡീസ് ഇൻവെസ്റ്റർ സർവീസ് എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോൺ മൂഡിയാണ് 1909 ഈ പറയുന്ന ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫോർ പബ്ലിഷിംഗ് ദ മാനുവൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ടു സ്റ്റോക്ക് ആൻഡ് ബോണ്ട്. ഒരു ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്കുകൾ അതുപോലെ ബോണ്ട് ഇതിനെ കുറിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാനുവൽ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്.
The company has published various research plans, then research report, the risk analysis of various bond, short-term instruments, and even countries related financial factors. അപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള മാനുവൽ ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ, ദെൻ റിസ്ക് അനലൈസിങ് അല്ലെങ്കിൽ റിസ്ക് അനലറ്റിക്കൽ ടേബിൾസ്, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഇറ്റ് ഹാസ് 2 സബ്സിഡിയറി കമ്പനീസ്. ഈ മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസിന് 2 സബ്സിഡിയറി കമ്പനീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് ലിമിറ്റഡ്, ദെൻ മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ്. Moody's Investors Service Limited, number 1, founded in 1985. Then second one, Moody's Analytics. അങ്ങനെ 2 സബ്സിഡിയറി കമ്പനീസ് ആണ് മോഡീസ് സർവീസ് ലിമിറ്റഡ് എന്നുള്ളത്. അതിനകത്ത് മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് ലിമിറ്റഡിന് മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റർ സർവീസസ് ആണ്. ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റർ സർവീസസ് ആണ് മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസിന്റെ സബ്സിഡിയറി കമ്പനിയുടെ മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ദെൻ ഇറ്റ് എൻഷുർ ക്രെഡിറ്റ് സർവീസസ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആണ്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സർവീസസ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്റ്റും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് ആണ് ഇവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ മോഡീസ് അനലിറ്റിക്സ്, അടുത്ത സബ്സിഡിയറി കമ്പനിയാണ്. ഇതിന്റെ മേജർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ അനലൈസിസ് സോഫ്റ്റ്വെയർ ടു ദ പ്രൊഫഷണൽ ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും ഈ ഒരു ഏജൻസിന്റെ കീഴിൽ അല്ലെങ്കിൽ മറ്റു ഏജൻസിന്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ ഈ റേറ്റിംഗ് ഏജൻസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ പറയുന്ന പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. ആൻഡ് ആൾസോ ടു ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓരോ കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് പൊസിഷനും അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനും അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ പ്രൊഫഷണൽസിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഫിനാൻഷ്യൽ അനലൈസിസ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യലാണ് ആരുടെ ഡ്യൂട്ടി? മോഡീസ് അനലിറ്റിക്സിന്റെ. ദെൻ കോമൺലി Moody's Investor Services provide the following services, that is credit rating, second one shareholders record management, data collection and analysis, enterprise risk management and direct investment plan. ഓക്കെ, ഇതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് 2 സബ്സിഡിയറി കമ്പനീസ് ആയിട്ടാണ് എനാക്ട് ചെയ്യുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ അനലൈസിസ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നു, രണ്ടാമത്തത് ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ, മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസസ് എന്ന് പറയുന്ന 1909 ന്യൂയോർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ദെൻ ഗ്ലോബലി എനാക്ട് ചെയ്യുന്ന സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോർപ്പറേറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ്, S&P. സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് അഥവാ ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്നതാണ് S&P എന്ന് പറയുന്നത്. S&P Global is popularly known as Standard and Poor is one of the global financial service agency provide the various financial services to the global markets. ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് S&P എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1941. ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്? 2 കമ്പനീസിനെ മെർജ് ചെയ്യുമ്പോഴാണ് ഇൻകോർപ്പറേഷൻ ഉണ്ടാവുക. Then as a result of merge of Standard Statistics and Poor Company, സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്നതും പൂവർ കമ്പനി എന്ന് പറയുന്ന 2 കമ്പനീസിനെ മെർജ് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് അഥവാ S&P എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് വന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദ മെർജ് ഓഫ് സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പൂവർ കമ്പനി. ഇനി ഇവർ ചെയ്യുന്ന സർവീസസ് എന്താണ്? ദാറ്റ് ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ് ടു ഗ്ലോബലി.
ഗ്ലോബലി ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യലാണ് ഈ S&P എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ചെയ്യുന്നത്. ദേ അനലൈസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഓരോ ഇൻസ്ട്രുമെന്റ്സിന്, അതായത് ഡിബഞ്ചേഴ്സ് ആവാം, ബോണ്ട് ആവാം, ഷെയർ ആവാം, ദാറ്റ് മീൻസ് ഓൾ സെക്യൂരിറ്റീസ്, എല്ലാ സെക്യൂരിറ്റീസിന്റെ മേലെയുള്ള ക്രെഡിറ്റ് വർത്തിനെസ് എന്താണെന്ന് ഇവർ അനലൈസ് ചെയ്യും അല്ലെങ്കിൽ അസസ് ചെയ്യും. ബട്ട് നെവർ പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ ഓർ എനി ഡിഫോൾട്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഫോൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ബെറ്റർ ഇന്നതാണ്, ഇന്ന ഷെയറിന്റെ കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ് എന്നുള്ളതിന് റെക്കമെൻഡേഷൻ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെവർ പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ ആൻഡ് എനി ഡിഫോൾട്ട്. ഓക്കെ, ദെൻ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ദാറ്റ് ഈസ് S&P 500. ദെൻ ഈ S&P 500 എന്ന് പറയുന്നത് ഏതിലുണ്ട്, നാസ്ഡാക്ക് അഥവാ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെ വിപണനം ചെയ്യുന്നതിന് ഇൻക്ലൂഡഡ് ആണ്. ഈ S&P 500 എന്ന് പറയുന്ന ഈ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് S&P 500 എന്ന് പറയുന്ന ഇൻഡെക്സ് നാസ്ഡാക്കിലും അഥവാ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെ വിപണനം ചെയ്യുന്നതിന് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പോർസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത്. തേർഡ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി, ദാറ്റ് ഈസ് ഫിച്ച് റേറ്റിംഗ്. എന്താണ് ഫിച്ച് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഫിച്ച് റേറ്റിംഗ് ഈസ് ആൻ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി headquartered at New York. It was founded in 1914 by John Knowles Fitch. Headquartered at New York and London. Then it is one of the subsidiary of Hearst Corporation. Hearst Corporation ന്റെ subsidiary company ആണ് Fitch Rating എന്ന് പറയുന്നത്. ജോൺ നോൾസ് ഫിച്ച് ആണ് ഇത് ഫൗണ്ട് ചെയ്തത് 1940-ൽ. ഹെഡ്ക്വാർട്ടർ USA-ലെ ന്യൂയോർക്കിലാണ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ all types of, that means all types of rating services of any other credit rating organization or units. എല്ലാ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസും അല്ലെങ്കിൽ യൂണിറ്റും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിച്ച് റേറ്റിംഗ് ഏജൻസീസും കൂടി റൺ ചെയ്തു പോകുന്നുണ്ട്. ദെൻ റേറ്റിംഗ് സിംബൽസ്, അതായത് ഇവർ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സിംബൽസ് കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ദെൻ ഫിച്ച് സ്റ്റാർട്ട്സ് വിത്ത് AAA, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് ക്വാളിറ്റി. അപ്പോൾ ഏതാണോ ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് നടത്തിയിട്ടുള്ളത്, ആ അസസ്മെന്റ് നടത്തിയതിലെ ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയുള്ള ഇൻസ്ട്രുമെന്റിന് അവർ നൽകുന്ന ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഒരു സിംബലാണ്, അതായത് റേറ്റിംഗ് നടത്തി എന്നുള്ളതിനുള്ള സിംബൽ ആയിട്ട് കൊടുക്കുന്നതാണ് AAA. ദെൻ AAA to D, D മീൻസ് ഡിഫാൾട്ട്. അപ്പോൾ ഡിഫാൾട്ട് ഉള്ളത് പറയുന്നു, AAA പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതേസമയം സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഡിഫാൾട്ട് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാതെ പോവുക ചെയ്യുന്നു. ഇവിടെ ഹയസ്റ്റ് ക്വാളിറ്റിയും ഡിഫാൾട്ട് ഉള്ളതും വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ടെക്നിക്സിലൂടെ അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. ആരാണ്? ഫിച്ച് റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസ് ചെയ്യുന്ന കമ്പനീസ്. ഓക്കെ, ദെൻ ദ കമ്പനി ആൾസോ പ്രൊവൈഡ് സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് എ നേഷൻസ് എബിലിറ്റി ടു മീറ്റ് ദ ഡെപ്റ്റ് പേയിങ് ഒബ്ലിഗേഷൻസ്. അപ്പോൾ ഒരു രാജ്യത്തിന് അതിൻ്റെ പൊതുജനങ്ങളോട് അല്ലെങ്കിൽ സൊസൈറ്റിയോട് അല്ലെങ്കിൽ മറ്റു കൺട്രീസിനോട് മറ്റു കമ്പനികളോടുള്ള ലാബിലിറ്റി, ഡെറ്റ് ലാബിലിറ്റിൻ്റെ വോളിയം കൂടി അനലൈസ് ചെയ്ത് പോകുന്നുണ്ട്, കപ്പാസിറ്റി ഉണ്ട് ഈ ഫിച്ച് റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് അറിയപ്പെടുന്നത്. ഇസ് ക്ലിയർ? താങ്ക് യു.